പുതിയ പരിഷ്കാരത്തിന്റെ ഭാഗമായി ലോട്ടറിക്ക് നികുതി വർദ്ധിപ്പിച്ചെങ്കിലും സംസ്ഥാനത്ത് ലോട്ടറിക്ക് വില കൂട്ടില്ല. പകരം സമ്മാനത്തുകയിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്തും. വില കൂട്ടിയാൽ വിൽപ്പന കുറയുമെന്ന് വിലയിരുത്തിയാണ് തീരുമാനം. 28% നിന്ന് 40%ലേക്കാണ് ലോട്ടറിക്ക് GST കൂട്ടുന്നത്. അർജുൻ രാജുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഇതിപ്പോൾ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്? നികുതി വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും ലോട്ടറിക്ക് വില കൂട്ടില്ല, പകരം സമ്മാനത്തുകയിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്തും. ഏത് തരത്തിലുള്ള മാറ്റമാണ് വരുത്തുക? എന്താണ് വിശദാംശങ്ങൾ? അഖില, ലോട്ടറി നമുക്ക് നിലവിൽ കിട്ടുന്ന അതേ തുകയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഇപ്പോഴത്തെ സർക്കാരിന്റെ തീരുമാനം. അതായത് GST നികുതി അത് കൂട്ടാൻ കേന്ദ്രം തീരുമാനിച്ചതാണ്. അത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം സെപ്റ്റംബർ 17-ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചതുമാണ്. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാരും ആ കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തെ മാനിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ 28% ഉണ്ടായിരുന്ന ലോട്ടറിയുടെ GST അത് 40% ഉയർത്തുകയും ചെയ്തു. സർക്കാർ ഇത്തരത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നിലവിൽ ലോട്ടറിക്ക് ലഭിച്ചിരുന്ന വിലയേക്കാൾ കൂടുതൽ നാളെ തൊട്ട് തുക നൽകേണ്ടി വരുമായിരുന്നു. പക്ഷേ നിലവിൽ തുക കൂട്ടിക്കൊണ്ട് ആ തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയാണ്. അതായത് നിലവിൽ ലഭിക്കുന്ന ലോട്ടറിയുടെ തുകയ്ക്ക് തന്നെ നാളെ മുതലും സംസ്ഥാനത്ത് ലോട്ടറി വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് കഴിയും. അതായത് പ്രാബല്യത്തിൽ GST നികുതി വർദ്ധിപ്പിക്കുന്നത് പ്രാബല്യത്തിൽ വരുമെങ്കിൽ കൂടിയും ലോട്ടറിയുടെ വില കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ. അതിന് സർക്കാർ ആ തുക കാണുന്നത് സമ്മാന തുകയിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്തിക്കൊണ്ട് തീരുമാനമെടുക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് സമ്മാന തുക എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ഒന്നാം സമ്മാനം കിട്ടുന്ന തുക തൊട്ട് 100 രൂപ വരെ സമ്മാന തുക ലഭിക്കുന്നതാണ് നിലവിൽ സംസ്ഥാനത്തെ ലോട്ടറി. ആ സമ്മാന തുകയുടെ അളവ് കുറച്ച് തുക കുറച്ചുകൊണ്ട് ഈ നികുതി പരിഷ്കാരം പരിഹരിക്കാനാണ്, അതായത് വില കൂട്ടാതെ തുക നിശ്ചയിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ 100 രൂപയൊക്കെ കുറെ പേർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ സമ്മാന തുക കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ആ തുകയിലൊക്കെ പരിഷ്കാരം വരുത്തിക്കൊണ്ട് നിലവിൽ ലഭിക്കുന്ന തുകയിൽ തന്നെ ലോട്ടറി വിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണ ആഴ്ചയിലൊക്കെ ലഭിക്കുന്ന, എല്ലാ ദിവസവും ലഭിക്കുന്ന തുക 50 രൂപയാണ്. ഈ സമ്മാന തുകയിലും ഏജന്റുമാരുടെ കമ്മീഷനിലും തുക കുറച്ചുകൊണ്ട് തന്നെ 50 രൂപയ്ക്ക് ലോട്ടറി കൊടുക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായി സമ്മാന തുകയുടെ അളവ് കുറയും, അല്ലെങ്കിൽ തുക കുറയും, അല്ലെങ്കിൽ ലഭിക്കുന്ന ആളുകളുടെ എണ്ണം കുറയും. ആ രീതിയിലുള്ള പരിഷ്കാരമാണ് വരുത്തുന്നത്. പ്രാബല്യത്തിൽ GST പരിഷ്കാരം വരുമെങ്കിൽ കൂടിയും 50 രൂപ അല്ലെങ്കിൽ ലോട്ടറിക്ക് നിലവിൽ ലഭിക്കുന്ന തുകയിൽ തന്നെ ലോട്ടറി വാങ്ങാൻ കഴിയുമെന്ന രീതിയിലേക്കാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.